രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ത്രിദിന അഖില ഭാരതീയ സമന്വയ ബൈഠക്കിന് പാലക്കാട് അഹല്യ ക്യാമ്പസിൽ തുടക്കമായി. RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭഗവത്, സർക്കാര്യവാഹ് ദത്താത്രേയ ഹൊസബളെ എന്നിവരുടെ നേതൃത്വത്തിലാണ് ബൈഠക് നടക്കുന്നത്. വയനാടുണ്ടായ ഉരുൾപൊട്ടലും മേഖലയിൽ സ്വയംസേവകർ നടത്തിയ ദുരിതാശ്വാസ സേവന പ്രവർത്തനങ്ങളെക്കുറിച്ചും യോഗാരംഭത്തിൽ വിശദീകരിച്ചു. അഹല്യ ക്യാമ്പസിലെ പുനർജനി ഓഡിറ്റോറിയത്തിലാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ അഖില ഭാരതീയ സമന്വയ ബൈഠക്കിന് തുടക്കമായിരിക്കുന്നത്. വയനാട്ടിൽ അടുത്തിടെയുണ്ടായ ഉരുൾപൊട്ടലിനെ കുറിച്ചും സ്വയംസേവകർ നടത്തിയ ദുരിതാശ്വാസ സേവന പ്രവർത്തനങ്ങളെക്കുറിച്ചും യോഗാരംഭത്തിൽ വിശദീകരിച്ചു. തുടർന്ന് യോഗത്തിൽ വിവിധ സംഘടനകളുടെ പ്രതിനിധികൾ തങ്ങളുടെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. കൂടാതെ ദേശീയ പ്രാധാന്യമുള്ള വിവിധ വിഷയങ്ങൾ, സമകാലിക സാഹചര്യം, സമീപകാല സുപ്രധാന സംഭവങ്ങൾ, സാമൂഹിക പരിവർത്തനത്തിനായുള്ള വിവിധ പദ്ധതികൾ എന്നിവയെക്കുറിച്ച് യോഗത്തിൽ ചർച്ച ചെയ്തു. വിവിധ വിഷയങ്ങളിൽ പരസ്പര സഹകരണവും സമന്വയവും കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായ നടപടികളെക്കുറിച്ചും ബൈഠക്കിൽ ആലോചന നടക്കും. 2025 വിജയദശമി മുതൽ 2026 വിജയദശമി വരെ രാഷ്ട്രീയ സ്വയംസേവക സംഘം 100ാം ജന്മദിനം ആഘോഷിക്കുമ്പോൾ ശാഖകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം പഞ്ചപരിവർത്തൻ ഗതിവിധികൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. ഇതും ബൈഠക്കിൽ വിവിധ ക്ഷേത്ര സംഘടനകളുമായി ചർച്ച ചെയ്യുന്നുണ്ട്. യോഗത്തിൽ രാഷ്ട്ര സേവികാ സമിതി പ്രമുഖ സഞ്ചാലിക ശാന്താക്ക, പ്രമുഖ കാര്യവാഹിക സീത അന്നദാനം, വിശ്വ ഹിന്ദു പരിഷത്ത് അധ്യക്ഷൻ അലോക് കുമാർ, ജനറൽ സെക്രട്ടറി ബജ്രംഗ് ബഗ്ര, ABVP സംഘടനാ സെക്രട്ടറി ആശിഷ് ചൗഹാൻ, BJP അധ്യക്ഷൻ JP നദ്ദ, ജനറൽ സെക്രട്ടറി BL സന്തോഷ്, വിദ്യാഭാരതി അധ്യക്ഷൻ ശ്രീരാമകൃഷ്ണ റാവു, BMS അധ്യക്ഷൻ ഹിരൺമയി പാണ്ഡ്യ തുടങ്ങി 300ഓളം ഭാരവാഹികളും വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്നുണ്ട്. സെപ്റ്റംബർ 2 വൈകിട്ട് 6 ബൈഠക്ക് സമാപിക്കുക. വീഡിയോ ജേർണലിസ്റ്റ് PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.